ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിം പരിചയപ്പെടുത്താൻ പോവുകയാണ് ഗായ്സ്. ഇതൊരു ജപ്പാൻ ഗെയിമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഇങ്ങനത്തെ തുടക്കമേ തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റോറിയാണ്. ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്ന ഒരു കാർഡില്ലേ ഗായ്സ്, നോക്കിക്കോണേ, ഒരു അടിപൊളി കാർഡല്ലേ, നോക്കി, ഒരു കിട്ടില്ല കാർഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു തുടക്കം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ്. ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായ യുദ്ധമാണ് ഗായ്സ്. യുദ്ധത്തിന് ഫുള്ളൊരു യുദ്ധം പോലെയാണ്. കണ്ടോ, ഫുള്ള് യുദ്ധമാണ്. അതും ഇപ്പോഴത്തെ കാലത്തെ യുദ്ധം പോലെ നമ്മൾ തോക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. പണ്ടത്തെ കാലത്തെ പോലെ തന്നെ വാളും അമ്പും അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഫുള്ള് ഈ ഒരു ഗെയിമിലുള്ളത്. ഞാൻ ഇത് കുറച്ച് വരെ കളിച്ചു ഗൈസ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. കാരണം ഏകദേശം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഷാഡോ ഫൈറ്റ് ഗെയിം ഉണ്ടോ, നമ്മൾ ആൻഡ്രോയിഡിൽ കളിക്കുന്നത് ഷാഡോ ഫൈറ്റ്, ആ ഒരു ഗെയിം ബേസ്ഡ്, അതേ ഗെയിം ബേസ്ഡ് എന്നല്ല, ആ ഒരു ഗെയിം പോലെ തന്നെയാണ് ഈ ഒരു ഗെയിമും. പക്ഷേ ഇത് പി സിയിലാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ അത്യാവശ്യം വലിയൊരു മാപ്പും അങ്ങനത്തെ ഒരു സംഭവമാണ്. അതായത് ഷാഡോ ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏരിയ ഇത്ര സ്ഥലത്തല്ല പോകാൻ പറ്റത്തുള്ളൂ, ഇത്ര സ്ഥലത്തല്ല നിന്ന് കളിക്കാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു മാപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിൽ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഒരു അടിപൊളി ഗെയിമാണ്. പീസുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളിച്ചു നോക്കേണ്ടതാണ് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ജപ്പാൻ ബേസ്ഡ് ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് ഷെക്കീറോ ഷാഡോ ഡൈ ട്വൈസ് എന്നാണ് ഗൈസ്. ഒരു അടിപൊളി ഗെയിമാണ്. ഞാൻ കളിച്ചു ഗൈസ്, പകുതി വരെ കളിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ബാക്കിയും കൂടെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ തവണ ഇങ്ങനെ കളിച്ച് ഓരോ തവണ മിഷൻസ് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നതായിരിക്കും. മിഷൻസ് ഇല്ലെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരു മാപ്പ്, ഒരു കളികൾ ഒരു ഇത്ര ഭാഗമാകുമ്പോൾ നമുക്ക് ഇടാൻ തോന്നുമല്ലോ, അങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു റൗണ്ട് ചെയ്ത് നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഈ ഒരു ഗെയിമിൻ്റെ ബാക്കി വേണമെങ്കിൽ ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലേക്ക് പോവാം. ഇത് സ്റ്റോറിയാണ് ഗൈസ്. ഈ ഒരു സ്റ്റോറി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഈ സ്റ്റോറി നമ്മൾ ഫസ്റ്റ് കാണിച്ച സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് ആ ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊരു അട്രാക്റ്റീവ് സാധനമല്ലേ, കിട്ടിയ സാധനമാണ്. നമുക്കപ്പം നേരെ നമ്മുടെ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗെയിം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ പെയ്യാണ്. നല്ലൊരു ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ ആരോ കുട പിടിച്ച് നടക്കുന്നുണ്ട്. ഇത് ജപ്പാനാണ് ഗൈസ്, ഫുള്ള് ജപ്പാൻ ഒരു മയമുണ്ട് ഈ ഒരു ഗെയിം ഫുള്ള്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡ്രസ്സും കണ്ടോ, അവിടെ ജപ്പാൻ ചൈന അങ്ങനത്തെ ടൈപ്പ് ഒരു കുടയും കാര്യങ്ങളൊക്കെ സംഭവമാണിത്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ജപ്പാൻ മയമാണ് ഫുള്ളുള്ളത്. ഓപ്പൺ യുവർ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു സംഭവം അങ്ങോട്ടിട്ടുണ്ട്, ലിബിയാണ് ഗൈസ്. ഇതെന്തോ ലിബിയാണ്, എന്തോ ആണെന്നറിഞ്ഞൂടാ. അത് അവരുടെ ഭാഷയിലാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. നമ്മളിത് ഇവിടെ തപസ്സിരിക്കുകയാണെന്ന് തോന്നും, വയ്യാതിരിക്കുകയാണ്, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കുഴിക്കകത്ത്. എന്ത് ചെയ്യുക എന്നൊക്കെ ആർക്കറിയാം. ഓക്കെ, നമ്മളിപ്പം എഴുന്നേക്കുമായിരിക്കും ഗൈസ്, നോക്കാം ഗൈസ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും ഇറക്കാൻ തോന്നത്തുള്ളൂ. അതുമാത്രമല്ല ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ ഗെയിംസും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അഥവാ ഡൗൺലോഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പൈസ കൊടുക്കുക, എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. നമ്മളിത് എഴുന്നേറ്റിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ഏതാണ്ട് സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്ത് സംഭവം ഒന്നും അറിയത്തില്ല. നമ്മൾ ഏതൊരു ഗുഹയ്ക്കകത്താണ് ഗൈസ്, ഇതേ ചാടാനൊക്കെ പറ്റും, ചാടി തൊഴിക്കാനൊക്കെ പറ്റും കേട്ടോ. സംഭവം കൊള്ളാം. നമ്മുടെ ലൈഫൊക്കെ കുറവാണ്. സൈഡിൽ റെഡൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താഴത്തെ ആ കൊച്ചു സംഭവമില്ല, അതാണെന്ന് തോന്നുന്നു റെഡ്. നമ്മളോട് പറഞ്ഞിട്ട് സ്പേസ് ക്ലിക്ക് ചെയ്താൽ മതി ചാടും എന്നാണ് പറയുന്നത്. ഇതേതോ ഒരു മുട്ടൻ്റെ ഒരു കുഴിയാണ് ഗൈസ്. നമ്മൾ ചാട്ടമൊക്കെ കണ്ടോ, ഇത് അശീനയോ അങ്ങനെ എന്തോ ഗൈസ്. ഇത് ഫുള്ള് ഏകദേശം ജപ്പാൻ പേരും ജപ്പാൻ മോഡൽ ടൈപ്പ് ഒരു പേരും സംഭവങ്ങളൊക്കെയാണ്. എല്ലാവരും ജപ്പാൻ ടച്ചുണ്ട് ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ജപ്പാൻ ടച്ചുണ്ട്. ഇപ്പോൾ നമ്മളിതേ ഇവിടെ വന്നിട്ടുണ്ട്. അവന്മാരവിടെ നിൽപ്പുണ്ട്, അവിടെ കാണാൻ പാടില്ല. നമ്മളോട് പറഞ്ഞാൽ ക്യൂ ക്ലിക്ക് ചെയ്തിട്ട് ക്രൗച്ച് ചെയ്ത് ഈ പോച്ചക്കിടയിൽ കൂടെ നൈസായിട്ട് പോകാനാണ്. പോച്ചക്കിട തീരുമ്പോൾ ഇവിടാണ് വരുന്നത് ഗൈസ്. ഇവിടെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ, അവനെ കൊല്ലണോ ഗൈസ്? കൊല്ലുമല്ല,
അവർ പറയുന്ന രഹസ്യങ്ങൾ കേൾക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇതിലുള്ളത്. നമുക്ക് നെക്സ്റ്റ് അടിച്ചങ്ങോട്ട് വിടാം. കാരണം അവരെന്തൊക്കെയോ കുറേ പറയുന്നുണ്ട്, എന്താണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ സ്റ്റോറികളൊക്കെ നമ്മൾ നൈസായിട്ട് സ്കിപ്പ് അടിച്ച് വിടുക. ഫസ്റ്റിലത്തെ സ്റ്റോറി മോഡൽ കണ്ടോ, അതുപോലത്തെ സ്റ്റോറിയാണ് നമ്മൾ ഇരുന്ന് കാണുക സംഭവം എന്താണ് എന്ന്. ഇതിൽ എന്തായാലും അവർ ഫസ്റ്റ് നമ്മളെ കാണിച്ചില്ലേ ഫുള്ള്, ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള്. ഒരു യുദ്ധം പോലെ തന്നെയാണ് ഗൈസ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഞാൻ താഴോട്ട് പോയെന്ന് ഇങ്ങനെയൊക്കെ പോകാനുള്ള എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എബിലിറ്റി അല്ല, ഇങ്ങനത്തെ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്കപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേപ്പോട്ട് കയറി വരും കേട്ടോ. ഇതേപോലെ ഗൈസ് ചാടി മറിഞ്ഞൊക്കെ പോകാൻ പറ്റും നമുക്കിത്. ഇതുവഴിയൊക്കെ എങ്ങനെയൊക്കെയോ കയറണം തോന്നുന്നു. ഈ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതുവഴിയൊക്കെ പോകാനാണ് ഗൈസ്. കണ്ടോ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്ത് വീണ്ടും കയറി മണ്ടക്കോട്ട് ചാടി കയറാം. മണ്ടക്കോട്ട് ചാടി ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യണമായിരിക്കും. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ആകും. ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് താഴെ പോവും, ഏതെങ്കിലും ഒരു കുഴിയിലോട്ട് പോവും. ഇവിടെ എന്തോ സ്റ്റോറി ഉണ്ട്. ഒരു കൊച്ചു ഇവിടെ നിൽപ്പുണ്ട്. കൊച്ച് ഗൈസ്, ഈ കൊച്ച് ഏതാ? നമ്മൾ സ്റ്റോറിക്കകത്ത് ഒരു കൊച്ചിനെ കണ്ടോ? സ്റ്റോറിക്കകത്ത് നമ്മൾ ആ വാള് വെച്ച് ഒരാളിങ്ങനെ ജസ്റ്റ് വെട്ടുന്ന പോലെ ഇങ്ങനെ കാണിച്ചായിരുന്നു. പക്ഷെ അതെന്തായിരുന്നു സംഭവം? അത് ഈ കൊച്ചായിരുന്നോ? ആർക്കറിയാം. എന്തോ ഒരു സംഭവം ഉണ്ട് ഗൈസ്, മയിലോടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവള് തമ്പുരാട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇവള് തമ്പുരാട്ടിയാണ്. ഇവള് ഏത് രാജ്യത്തെ തമ്പുരാട്ടിയാണ്? ഇവളെന്താ അപ്പം ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവരുടെ ഫ്രണ്ടിൽ ഇത്രയും പ്രജകളില്ലേ, പിന്നെന്തിനാ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഗൈസ്, ഇതിൽ എന്തോ സംഭവമുണ്ട്. ഒന്നെങ്കിൽ എന്തുവാ ഇവളെ ഇവൻ രക്ഷിക്കണമായിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് ഗൈസ്. അതായിരിക്കും സംഭവം. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. നമുക്ക് വാളൊക്കെ അവൾ കൊണ്ടു തന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം വന്നത് വാളില്ലാതായിരുന്നു. ആരായാലും ഫ്രണ്ടിൽ പെട്ടായിരുന്നെങ്കിൽ തീർന്നേനെ ഗൈസ് കാര്യം. പക്ഷേ നമ്മൾ പെടാതെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നൈസായിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേണം നമുക്ക് പരിപാടികൾ തുടങ്ങാനെന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് വാളവൾ തന്നല്ലോ. അതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുമാണ് യുദ്ധം, ഇനിയും മുഴുവൻ വാറായിരിക്കും ഗൈസ്. നമുക്ക് എന്തോ ആയിക്കോട്ടെ. നമ്മുടെ സൈഡിൽ വാള് കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. അവളെ പുറയുന്ന് വിളിച്ചു ഗൈസ്, പുറയുന്ന് വിളിച്ചു. ദോഷമാണ് എന്തോ വലുത് വരാതിരിക്കുന്നു, എന്തോ സംഭവമുണ്ട് ഗൈസ്. പക്ഷേ അവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്തിരിക്കുന്നു ഇവളുടെ എന്തിരിക്കുന്നു? അതെ, ഒരു സംഭവം കിട്ടി കേട്ടോ. ഓക്കെ, ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം നമ്മൾ ഈ ഗ്രൗണ്ടിൽ വെച്ച്, അതായത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കൂടും എന്നാണ് അവൾ പറയുന്നത്. അവൾ പറയുന്ന പോലെ ഗെയിം പോട്ടെ അല്ലേ. കണ്ടോ, ഇതാണ് സംഭവം. നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ ലൈഫ് കൂടും എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഓൾറെഡി ലൈഫ് ഇല്ല. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് കൂട്ടി നോക്കാം. ഹീലിംഗ് ഗ്രൗണ്ട് എന്നാണ് അതിൻ്റെ പേര് തന്നെ. ഓക്കെ, ഗൈസ്. ഓക്കെ, നമ്മൾ ലൈഫ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഫുള്ള് കൂടിയിട്ടില്ല കേട്ടോ, കുറച്ച് വരെ കൂടിയിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫുള്ള് കൂടിയിട്ടൊന്നുമില്ല. താഴത്തെ ഓപ്പൺ ആവുന്നില്ല. ഇത് ഇവിടെ ഒന്ന് എങ്ങനെയാണ് പോകുന്നതെന്നും അറിയത്തില്ല ഗൈസ്. നമ്മൾ താഴത്തെ ഓപ്പൺ ആവുന്നില്ല. ഇതെന്തുവാ, ഒരു വെട്ടമൊക്കെ ഉണ്ടല്ലോ. പിക്കപ്പ് വില്ലേജ് ഗൈസ്. ഇതെന്തോ സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഇത് നാളെ പബ്ജിയിലെ പെയിൻ കില്ലർ പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഏതാണ്ട് ഫോട്ടോയും തേങ്ങയൊക്കെ അടിച്ച് കളഞ്ഞ് ഇങ്ങോട്ട് ഒടിച്ചിട്ടുണ്ട്. കുറേ പേപ്പറും എല്ലാം കൂടെ അടിച്ച് കളയുക. മിക്കവാറും തമ്പ്രാട്ടി തന്നെ നമ്മളെ കൊല്ലാൻ ഏൽപ്പിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ഈ സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഗൈസ്. എനിക്ക് പെയിൻ കില്ലർ പോലത്തെ സംഭവമാണെന്ന് തോന്നുന്നു. ആണ് ഗൈസ്, അതാണ് സംഭവം. പെയിൻ കില്ലർ പോലത്തെ സംഭവമാണ്. നമ്മൾ ലൈഫ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ എനിമിയുണ്ട്. ദൈവന്മാരെല്ലാവരെയും കൊല്ലണമെന്നാണ് പറയുന്നത്. ഗൈസ്, കിടിലൻ ഗെയിമാണ് കേട്ടോ, കിടിലൻ ഗെയിം അത്. ഓക്കെ 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 കിട്ടി കിട്ടിയാ
ഗൈസ് അവനെ കൊന്ന് തെളിയിട്ടുണ്ട് ഗൈസ്. ഈ വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് വരും. ആ പോയിന്റിൽ സമയമാകുമ്പോൾ വെട്ടിയാൽ വേഗം ചാവും. ഓക്കെ, ഇത് കണ്ടോ, ഇത്ര ഉള്ളു ഗൈസ്, ഇത്ര ഉള്ള സംഭവം. പക്ഷെ ഇച്ചിരി പാടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല, കുറച്ച് പാടുണ്ട് ഗൈസ്. കാരണം നമ്മൾ വിചാരിക്കും വേഗം നരിക്കുന്നു, പക്ഷെ ചില സമയത്ത് അങ്ങനെ കിട്ടത്തുള്ളൂ. കിട്ടി, എനിക്കൊരു വെട്ട് കിട്ടി. 2 വെട്ട് കിട്ടി, 3 കിട്ടി. ചത്ത്. അവനെ കൊന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫ് കുറവാണ് കേട്ടോ, ലൈഫ് കുറവാണ്. ഇതാണ് മെയിൻ പ്രശ്നം. നമുക്ക് വെട്ട് കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വെട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ലൈഫ് ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെയായി. ഈ ഹീലിംഗ് ഒന്നും യൂസ് ചെയ്തിട്ടൊരു കാര്യം ഇനിയില്ല ഗൈസ്. നമുക്കിനി ഹീലിംഗ് യൂസ് ചെയ്യാൻ ഇല്ല ഗൈസ്, അതും വേറൊരു സത്യം. നമുക്കിനി ഹീലിംഗ് യൂസ് ചെയ്യാൻ ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇവിടെ നിന്ന് നോക്കിയേ, ഒന്നും ഇരിപ്പില്ല ഗൈസ്, തീർന്നല്ല. ഇനിയിപ്പോൾ എന്തോ എടുത്തിട്ട് കൂട്ടാനാന്നൊക്കെ ആർക്കറിയാം. ഇനി ഇവിടെയൊക്കെ ഒരു പട കാണുമായിരിക്കും ഗൈസ്. ഇവിടെ ഒരുത്തനുണ്ട്. കിട്ടി, ചത്ത്. ഞാനിപ്പോൾ തീർന്നു എൻ്റെ തീരുമാനമായി. തീർന്നു. ഓക്കെ, നമ്മൾ തീർന്നിട്ടുണ്ട്. വീണ്ടും ജനിച്ചു വരാം എന്നാണ് തോന്നുന്നത്. വീണ്ടും ഇത് എവിടെ വെച്ചാൽ തുടങ്ങുന്നതെന്നൊരു പിടിയില്ലല്ലോ ഗൈസ്. നമ്മൾ വീണ്ടും അകത്തുനിന്നാണെന്ന് തോന്നുന്നു വീണ്ടും വെളിയിലോട്ട് വരുന്നത്. ഡാർക്ക്. എടാ കിട്ടിയതായിരുന്നടാ അവനെ. തിരി. കിട്ടി. ഓക്കെ, അവനെ കൊന്നു. അവനെ ഫസ്റ്റ് കിട്ടിയതായിരുന്നേ, പക്ഷെ തന്നെ അങ്ങ് പോയി. ഓക്കെ, ഇവനെയും കൊന്നു ഗൈസ്. നമ്മുടെ ലൈഫ് കുറേതായാലും ഇവനെയും കൊന്നിട്ടുണ്ട്. അടുത്തതിൻ്റെ ഇവന് ഇച്ചിരി ടഫാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇവനിച്ചിരി ടഫാണ്. ഇവനെ കൊല്ലാൻ ഇച്ചിരി പാടാണ്. നമുക്കിപ്പോൾ ഷോട്ട് കിട്ടും, ഉറപ്പായിട്ട് ഷോട്ട് കിട്ടും. കാരണം ഉറപ്പാണ്, കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരിച്ചിരി ടഫാണ്. ഇവന്മാർ 2 പേരെയും കൂടെ കൊല്ലണം ആലോചിച്ചില്ല. ഒന്നിച്ചാണ് 2 പേരോട് വരുന്നത്. അവനെ കൊന്നിട്ടുണ്ട്, ഇനി അവനോടുണ്ട്. കിട്ടി. ഓക്കെ, അവനെയും കിട്ടി ഗൈസ്. നമ്മുടെ ലൈഫ് കുറഞ്ഞിട്ടില്ല ഇപ്പോഴും. ചന്നം വെട്ടാണ് ഗൈസ്. ഇത് നോക്കിയേ, ചന്നം വെട്ടാണ്. അവിടെ സ്ഥലം പോലും ഇല്ല. ഇവന്മാർ 2 പേരും ഒന്നിച്ചാണ് വരുന്നത്. കിട്ടി, അവനെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവനെയും കൂടെ കൊല്ലണം. ഇവനെയും കൂടെ ഒന്ന് കൊല്ലാം. സെറ്റായിരുന്നു. ലൈഫ് കുറയാനും പാടില്ല. ഓക്കെ, അവനെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവനും ചത്തു. പിന്നല്ല, നമ്മളോടാണ് കളി. നമ്മളെത്ര കണ്ടയാ. ഈ സിനിമാർക്കൊന്നും വേറൊരു പണിയില്ല. ഈ ഫുണ്ടൊക്കെ എന്നെ കൊല്ലാൻ വരുന്നത്. അടുത്ത് വരുത്ത് പണ്ടൊക്കെ ഒരു പണ്ടാരക്കാലം. അവനൊക്കെ എന്ത് നീളാ. ഇവനൊക്കെ എങ്ങനെയാ കൊല്ലും. അയ്യോ, ഇവനൊക്കെ ഒടുക്കത്തെ നീളം. കഴിഞ്ഞ് അതൊക്കെ ഇപ്പോഴാണ് യൂസ് ചെയ്യാൻ വന്നത്. ഓക്കെ, അവനെ കൊന്ന് ഗൈസ്. തീർന്ന. വീണ്ടും ലൈഫ് കൂടെ ഉണ്ട്. അവിടെയും കൂടെ കൊന്നാൽ മതി അവനെ ഗൈസ്. ഇപ്പം തീർക്കാം. കിട്ടി. ഓക്കെ ഗൈസ്, അവനെയും കൊന്നിട്ടുണ്ട് നമ്മൾ. അവൻ്റെ കയ്യിൽ നിന്നാണ് തോന്നി ഈ സാധനം വീണ്ടും എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഇതിൻ്റെ അടുത്ത വീഡിയോ വരുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറി വരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഈ ഒരു ഗെയിമിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അഥവാ വേറെ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറയാം. നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 6 GB റാമിനകത്ത് നിൽക്കുന്ന ഒരു ഗെയിംസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ലാപ്പിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ.